അടുത്ത അനിൽ വിളയിൽ എന്തായാലും നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചു, അതുപോലെ കോടതി അലക്ഷ്യമാണ് ഇത്. ഹൈന്ദവ സംഘടനകൾ വി എച്ച് പി ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകൾ കോടതിയെ ഇത് ധരിപ്പിക്കുമോ? ഇവരെ വെറുതെ വിടരുത്. കാരണം നേരത്തെ രാധാകൃഷ്ണൻ സാർ പറയുകയായിരുന്നു, ആ ദേവസ്വം സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ച് ചില പ്രൊവിഷനൊക്കെ ഉണ്ട്, ഈ ബോർഡിനെ തന്നെ റിമൂവ് ചെയ്യാനുള്ള പ്രൊവിഷൻസൊക്കെ ഉണ്ട്. പക്ഷേ കൃത്യമായിട്ട് നിയമപരമായിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം. അതിന് മുൻകൈ എടുക്കുമോ? സമാന സ്വഭാവമുള്ള സാഹചര്യങ്ങൾ ഭാരതത്തിലെ പല സംസ്ഥാനങ്ങളിലുമുണ്ട്. താങ്കളെ ശ്രീ എം കെ ഹരിദാസ് സാറിനോട് ചോദിച്ചൊരു ചോദ്യത്തിന് ഉത്തരം വളരെ വ്യക്തമാണ്. ഈ കേരളത്തിലെ ദേവസ്വം ബോർഡുകളെ അടിച്ചു പുറത്താക്കാന് ഭക്തജനങ്ങള് തെരുവിലിറങ്ങുന്ന ഒരു ദിവസം അതിവിദൂരമൊന്നുമല്ല. അതിനുള്ള സാഹചര്യം എല്ലാം ഒരുക്കുന്നത് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം തന്നെയാണ് എന്ന് എല്ലാവരും ഇന്ന് സമ്മതിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, മലബാർ ദേവസ്വം ബോർഡ്, ഗുരുവായൂർ ദേവസ്വം ബോർഡ് തുടങ്ങിയ 5ഓളം ദേവസ്വം ബോർഡുകളാണ് കേരളത്തിലെ സർക്കാർ നിയന്ത്രണത്തിലുള്ള ദേവസ്വം ബോർഡുകൾ. ഈ ദേവസ്വം ബോർഡുകൾ നടത്തുന്ന ക്ഷേത്രങ്ങൾ നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവർ പുതിയതായിട്ട് ഒരു ക്ഷേത്രം പോലും തുടങ്ങിയ ഒരു ചരിത്രം എവിടെയെങ്കിലും കാണിക്കാൻ സാധിക്കുമോ? മര്യാദയ്ക്ക് നാട്ടുകാർ വ്യക്തമായിട്ടും ഭംഗിയായിട്ടും നടത്തിക്കൊണ്ടുപോകുന്ന ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെയും ദേവസ്വം ബോർഡുകളുടെ നയം. ആദരണീയനായിട്ടുള്ള കേളപ്പജി എത്രയോ മനോഹരമായ രീതിയിൽ തുടക്കം കുറിച്ച ഈ അങ്ങാടിപ്പുറം തളി ക്ഷേത്രം ഇപ്പോൾ പിടിച്ചെടുക്കാൻ വേണ്ടി സർക്കാർ മുന്നിട്ടിറങ്ങിയാണ്. അതേപോലെ സമാന സാഹചര്യങ്ങൾ ധാരാളമുണ്ട്. കേരളത്തിലെ ഈ 1000 ചില്ലുവാനം വരുന്ന ക്ഷേത്രങ്ങൾ അല്ലല്ലോ, കേരളത്തിൽ 10,000-കണക്കിന് ക്ഷേത്രങ്ങളുണ്ട്. അതാത് പ്രദേശത്തെ ഭക്തജന സമൂഹവും ഭക്തജന കൂട്ടായ്മയും ഒക്കെ യാതൊരു വിധമായ അഴിമതിയുമില്ലാതെ സുതാര്യമായിട്ടും ആ ഭക്തിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടും എത്രയോ ക്ഷേത്രങ്ങൾ ഭരിക്കുന്നു. അവിടെ നിന്നും യാതൊരു പരാതിയുമില്ല. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തില് ഈ ദേവസ്വം ബോർഡുകളുടെ കീഴിലുള്ള സർവ്വ ക്ഷേത്രങ്ങളും ഭക്തജനങ്ങളെ ഏൽപ്പിക്കുക തന്നെ വേണം. അതാത് സമൂഹത്തിലെ ആൾക്കാർ ഒരു കാലത്ത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഉണ്ടാക്കിയ ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കാനുള്ള കേന്ദ്രങ്ങളാക്കി മാറ്റാന് ഈ കേരളത്തിലെ രാഷ്ട്രീയ സംവിധാനങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് വളരെ നിരാശാജനകമായ ഒരു വസ്തുതയാണ്. അതിന് മാറ്റമുണ്ടാവും. കേരളത്തിലെ പൊതുസമൂഹത്തിലെ ഭക്തജനങ്ങളായിട്ടുള്ള ഹൈന്ദവ വിശ്വാസികൾ തെരുവിലിറങ്ങി ഈ രാഷ്ട്രീയക്കാരായിട്ടുള്ള ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ പുറത്താക്കുന്ന ഒരു കാലഘട്ടം അതിവിദൂരമൊന്നുമല്ല. നമ്മൾ ഇനിയും ഈ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരേണ്ടതുണ്ട്. ഇപ്പോൾ നടന്ന അയ്യപ്പ സംഗമം ഇത് കൃത്യമായ ഒരു മാസ്റ്റർ പ്ലാനോടുകൂടി തയ്യാറാക്കിയ ഒരു തട്ടിപ്പ് വെട്ടിപ്പ് സംഗമം തന്നെയായിരുന്നു എന്ന് എല്ലാവർക്കും കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. എന്താണെന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. ഈ അയ്യപ്പനെ ലോകതലത്തിൽ എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി വളരെ മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ആലോചിച്ചതാണ് എന്നാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ആ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചത്. അതിനു വേണ്ടിയിട്ടുള്ള അദ്ദേഹം ആസൂത്രണം ചെയ്ത പദ്ധതികളാണ് ഇതിന്റെ പിറകിലുള്ളത് എന്നും അദ്ദേഹത്തിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇക്കാര്യങ്ങളിലേക്ക് എടുത്തിയാടിയെന്ന് നമുക്ക് കണ്ടാൻ സാധിക്കും. ഇന്ന് കേരളത്തിലെ ദേവസ്വം മന്ത്രിയായിട്ടുള്ള വാസവന്റെ ഒരു പത്രസമ്മേളനം നമ്മൾ കണ്ടു. എത്ര അപഹാസ്യമായിരുന്നു. അദ്ദേഹം പറഞ്ഞ എന്താണ്, ഞാൻ അവിടെ വരുന്നതിന് മുമ്പ് എന്തോ ഒരു ഭജന നടന്നു, അത് നന്ദഗോവിന്ദൻ നടത്തിയതായിരിക്കും. ഇനി 2 ദിവസം കഴിയുമ്പോൾ ഇവർ തിരുത്തി പറയും, MV ഗോവിന്ദൻ ഭജന സംഘമാണ്, ഞങ്ങൾ അക്ഷരം മാറിപ്പോയതാണ്, തെറ്റുപറ്റിയതാണ് എന്ന് പറയാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കത്തില്ല. കാരണം ഇത്തരത്തിലുള്ള വിഡ്ഢിത്തങ്ങളാണ് ഇവരെ മുമ്പോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം തന്നെ. പക്ഷേ നമ്മുടെ ഹൈക്കോടതിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സമാന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ധാരാളം കേസുകൾ പരിഗണനയിലുണ്ട്. പക്ഷേ ഹൈക്കോടതിയുടെ ആ ദേവസ്വം ബെഞ്ചിനെ സംബന്ധിച്ച് ഭക്തജനങ്ങൾക്ക് ഒരു അതൃപ്തി തോന്നിയാൽ ആരെയും കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം ഇന്ന് പോലും എത്ര കേസുകളാണ് CBI തെളിയിച്ചിട്ടുള്ളത് എന്നൊരു ചോദ്യം ചോദിക്കുകയുണ്ടായി. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കേരളത്തിൽ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഈ ലോക്കൽ പോലീസ് അന്വേഷിച്ച് കുളമാക്കി നശിപ്പിച്ച് തെളിവുകളെല്ലാം ഇല്ലാതാക്കി കഴിയുമ്പോഴാണ് CBI പോലുള്ള അന്വേഷണ ഏജൻസികൾക്ക് അന്വേഷണം കൈമാറുന്നത്. അത് രാഷ്ട്രീയ സമ്മർദ്ദം കൊണ്ടും കോടതി ഇടപെട്ടുകൊണ്ടുമാണ്. അത്തരത്തിലുള്ള കേസുകളിൽ പാളിച്ച പറ്റുന്നതിന് CBI അല്ല ഉത്തരവാദി എന്ന് പറഞ്ഞ് CBI മോശം ഏജൻസി ഒന്നുമല്ല. കേരള പോലീസിനേക്കാൾ ക്രെഡിബിലിറ്റി ഉള്ള ഒരു സംവിധാനം തന്നെയാണ്. അതുകൊണ്ട് CBI പോലെയുള്ള ഒരു അന്വേഷണ ഏജൻസിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി മുമ്പോട്ട് പോകേണ്ടത്. കാരണം ഇതിന് അന്താരാഷ്ട്ര ബന്ധങ്ങളൊക്കെ ഉള്ളത്. അത് പോട്ടെ, നമ്മുടെ ഈ ആഗോള അടിച്ചുമാറ്റലിനെ പറ്റി തന്നെയാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഊരാളുങ്കൽ സൊസൈറ്റിയെ സംബന്ധിച്ച് ഇന്ന് മറ്റൊരു ചർച്ചയിൽ CPM-ന്റെ ഒരു പ്രതിനിധി പറയുന്നത് കേട്ടു, 1000 കോടി രൂപയുടെയൊക്കെ ഇടപാടുകൾ നടത്തുന്ന സ്ഥാപനത്തിന് ഇങ്ങനെ 4 കോടി രൂപയുടെ പേര് പറഞ്ഞ് മോശമാക്കല്ല് എന്ന് പറഞ്ഞാൽ കള്ളത്തിനും മോഷണത്തിനും ലൈംഗിക പീഡനത്തിനും എല്ലാം തീവ്രത നിശ്ചയിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് CPM. 1000 കോടിയുടെ മോഷണം നടത്തുന്നവർ 4 കോടി മോഷ്ടിക്കത്തില്ല എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട്
ഇതൊന്നും പൊതുസമൂഹത്തിന് വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യങ്ങളാണ്. ഈ എല്ലാ ഇടതു മുന്നണിയും വലതു മുന്നണിയും ഒക്കെ തന്നെ മന്നത്ത് പത്മനാഭൻ, ആദരണീയനായിട്ടുള്ള മന്നത്ത് പത്മനാഭന്റെ ഒന്നാമത്തേതും അതിനുശേഷം വന്ന 1 or 2 ദേവസ്വം ബോർഡുകൾ ഒഴികെയുള്ള എല്ലാ ദേവസ്വം ബോർഡുകളുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഈ ദേവസ്വത്തിനെ കൊള്ളയടിക്കുക എന്നുള്ളതാണ്. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് പ്രശാന്ത് എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിന്റെ സാമ്പത്തിക വളർച്ച ഒരു കാലത്ത് ഗതികേട് കൊണ്ട് വാടക കെട്ടിടത്തിൽ കഴിഞ്ഞിരുന്ന ആള് ഈ ഓണറേറിയം മാത്രം കിട്ടുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മുന്നേറ്റം എന്തായിരുന്നു എന്നുള്ളത് അന്വേഷിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർ ഇപ്പൊ കാണിക്ക എണ്ണുന്ന സ്ഥലത്തിനെ പറ്റി ശ്രീ ഹരിദാസ് സാർ സൂചിപ്പിക്കുകയുണ്ടായി. കാണിക്ക എണ്ണുന്നിടത്ത് CCTV ഉണ്ട്, പോലീസ് ഉദ്യോഗസ്ഥർ കാവൽ നിൽക്കുന്നു. എന്നിട്ടും കാണിക്ക എണ്ണുന്നവർ എത്ര ലക്ഷം രൂപയാണ് ശബരിമലയിലെ പോസ്റ്റ് ഓഫീസ് വഴിയും SBI വഴിയും ധനലക്ഷ്മി ബാങ്ക് വഴിയും പുറത്തേക്ക് കടത്തിക്കൊണ്ടുപോയത്? ഇതൊക്കെ നാദനില്ലാത്ത അവസ്ഥയാണ്. ജയകുമാർ എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ശബരിമലയിൽ ഒരു മാറ്റവും ഉണ്ടാക്കാൻ സാധിക്കത്തില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശബരിമലയുടെ അന്തരീക്ഷത്തിൽ ഇത് നല്ല മനോഹരമായ അയ്യപ്പ കീർത്തനങ്ങളും അയ്യപ്പനെ സ്തുതിച്ചുകൊണ്ടുള്ള പാട്ടുകളും എഴുതാൻ അദ്ദേഹത്തിന് ചിലപ്പോൾ സാധിക്കുമെന്നുള്ളതല്ലാതെ യാതൊരു മാറ്റവും ശബരിമലയിൽ അദ്ദേഹത്തിന് സാധിക്കില്ല. അദ്ദേഹത്തിനെ അത് സാധിക്കാൻ സമ്മതിച്ചു കൊടുക്കത്തുമില്ല.